ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യയും പപ്പിയും കൂടെ അവിടെ ക്ഷേത്രത്തിലെ സ്വാമി പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ ശിവലിംഗത്തിലെ ധാര ഒഴിക്കുക. ശേഷം കാണിക്കുന്നത് ശാലിനി ഫോറൻസിക് ഓഫീസിൽ നിന്ന് തിരികെ വരികയാണേ. ആ സമയം കാറിൽ മനസ്സിൽ വിഷ്ണുവേട്ടൻ മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോവാന്നറിയാതെ ആ പാവം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുക. ചന്ദ്രബോസ് തന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ വിഷ്ണുവേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിലെ പക മുഴുവൻ അയാൾ പുറത്തെടുക്കും. അതിനു മുമ്പേ ഏതെങ്കിലും രീതിയിൽ വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരണം. തന്റെ കളക്ടർ പദവി കൊണ്ട് മാത്രമാണ് ACP ഇപ്പോ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ അയാളുടെ ചട്ടക്കൂടിൽ വിഷ്ണുവേട്ടൻ സുരക്ഷിതനല്ല. അവിടെ നിന്ന് എന്ത് മാർഗം ഉപയോഗിച്ചും വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ശാലിനി കാറില് പോകുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ സ്റ്റേഷനിൽ നേരെ ക്ഷേത്രത്തിലേക്കാ വന്നിരിക്കുന്നത്. സത്യയും പപ്പിയുള്ള അതേ ക്ഷേത്രത്തിലാ. എന്നിട്ട് ഭാമ മനസ്സിൽ വിചാരിക്കും, ഈ ക്ഷേത്രത്തിലെ വഴിപാടിലെ പെട്ടെന്ന് ഫലം കിട്ടുന്ന വഴിപാട് ശിവന് ധാര അർപ്പിക്കലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെയ്താൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നടക്കുന്ന പറയാറ്. എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടി എനിക്ക് ആ വഴിപാട് നടത്തണം. കരഞ്ഞ് സങ്കടം പറയണം. ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എന്റെ മകനെ ബലിയാടാക്കരുതെന്ന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാമ ക്ഷേത്രത്തിനകത്ത് കയറുന്നത്. എന്നിട്ട് അവിടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴൊക്കെ കുട്ടികൾ അവിടെ ധാര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ഭാമയും അങ്ങോട്ട് പോവാണ് ധാര ചെയ്യാനായിട്ട്. അവിടെ പപ്പിയും സത്യയും ഇങ്ങനെ ധാര ചെയ്യണേ. ഭാമ ഇത് കണ്ടിട്ടില്ല. ഭാമ അതിനായിട്ട് അവിടെ പോയി ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓം നമഃ ശിവായ എന്നുള്ള കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ പപ്പിയും സത്യയും ഭാമ ഞെട്ടിപ്പോവും. ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ വിചാരിക്ക. അപ്പോഴും പപ്പിയോടെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നത്, വിഷ്ണു അച്ഛനെ രക്ഷിക്കണേ, വിഷ്ണു അച്ഛന് ആപത്തൊന്നും വരുത്തരുത്. സത്യയും അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണേ. അപ്പൊ ഭാമ വിചാരിക്കും, എന്റെ ഭഗവാനെ, എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കട്ടെ. അവളുടെ വിഷ്ണു അച്ഛനല്ലേ മറ്റൊരാളുടെ ബിഗ് ഫ്രണ്ടും. പ്രാർത്ഥിക്കട്ടെ. എന്നെക്കാൾ മുന്നേ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ. ആര് പ്രാർത്ഥിച്ചാലും എന്റെ മകനൊരു ആപത്തും കൂടാതെ പുറത്തു വരണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. എന്റെ മകനെ വെറുതെ വിടണം. ആ ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിനു ശേഷം കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലണേ. ദേ സത്യമ്മ, സത്യമേ ശിവന് ധാര ചെയ്യാൻ വന്നതാ. അപ്പൊ സത്യം പറയും, അതെ. പപ്പി പറയും, ഞങ്ങളും വന്നത് അതിനാ. വിഷ്ണു അച്ഛനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ഈ വഴിപാട് നടത്തുന്നത്. സത്യം പറയും, ഞാനും വന്നത് അതിന് തന്നെയാണ് മക്കളെ. പപ്പി പറയും, എങ്കി വാ സത്യമേ, സത്യമയ്ക്ക് വെള്ളം ഞങ്ങൾ കോരിത്തരാം. ഭാമ പറയും, മോള് വെള്ളം കോരി വിഷമിച്ചതല്ലേ, ക്ഷീണിച്ചതല്ലേ. പപ്പി പറയും, എത്ര ക്ഷീണിച്ചാലും വേണ്ടിയില്ല, വിഷ്ണുവിന് വേണ്ടിയല്ലേ. ശരിക്കും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. നല്ലോണം കഷ്ടപ്പെട്ടാലേ ഭഗവാൻ കണ്ണു തുറക്കുള്ളൂ എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ സത്യ പറയും, എന്ന് വെച്ച് സത്യാമ്മ കഷ്ടപ്പെടുന്നും വേണ്ട. ധാര ചെയ്യാനുള്ള വെള്ളം ഞാനും പപ്പിയും കൂടി കോരിത്തരാം. സത്യാമ്മ വഴിപാട് പ്രാർത്ഥനയോട് കൂടി നടത്തിയാ മതി. അപ്പൊ ഭാമ സത്യയുടെയും പപ്പിയുടെയും തലയിൽ കൈവച്ചിട്ട് പറയും, എന്റെ മക്കളെ, നിങ്ങളുടെ ഒത്തൊരുമ ഇതൊക്കെ കാണുമ്പോ എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നാ. ഇതൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. സത്യയോട് പറയും, കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. ഒരാപത്ത് വരുമ്പോ കൂടെ നിന്ന് സഹായിക്കണം. സത്യ പറയും, പപ്പി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം ആയതുകൊണ്ടല്ല സത്യമേ, ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കേണ്ടത് എന്റെയും കടമയാ. അതിനുവേണ്ടിയാ ഈ വഴിപാട് നടത്താൻ വന്നത്. ഭാമറിയും, എനിക്കിപ്പോ സമാധാനായി. നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഭഗവാന് കഴിയില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തി അംഗീകരിച്ച് തരാതിരിക്കാനും കഴിയില്ല. മക്കളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ വിഷ്ണുച്ചൻ പുറത്തു വരും. പപ്പിക്കും, എങ്കിൽ ധാര ചെയ്യാൻ ഞങ്ങള് സത്യമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് വരട്ടെ. അപ്പൊ സത്യയുടെ കയ്യിലുള്ള വെള്ളം കൊടുക്കും. സത്യമ്മ, ഈ വെള്ളം കൊണ്ട് ധാര ചെയ്തോ, ഞങ്ങൾ വേറെ വെള്ളം എടുത്തോണ്ട് വരാം, വാ പപ്പി എന്ന് പറഞ്ഞതിന് ശേഷം ആ വെള്ളത്തിന്റെ കുടം ഭാമയുടെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടികൾ അവിടുന്ന് പോവാ. അപ്പൊ ഭാമ പറയും, ഇതുവരെ ഞാനൊരു മൂഢലോകത്തായിരുന്നു ഭഗവാനെ. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫല ഞാനിപ്പോ അനുഭവിക്കുന്നത്. പക്ഷേ അതെന്റെ മോനെ കുരുതി കൊടുക്കുന്ന രീതിയിലാവരുത്. എന്നെ ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷ വാങ്ങിക്കാനും ഞാൻ തയ്യാറാ. എല്ലാ സങ്കടങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഈ ഉള്ളവളോട് കരുണ കാണിക്കണം. എന്റെ മകൻ വിഷ്ണു നിരപരാധിയാണ്. അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാ. എന്നെ കൈവിടരുത്. എന്റെ മോനെയും കൈവിടരുത്. അവനിപ്പോ എന്നോട് കാണിക്കുന്ന ഈ വെറുപ്പ് അവന്റെ അവസ്ഥയിൽ നിന്നുണ്ടായതാ. അതിന് ഞാൻ തന്നെയാ കാരണം. എന്നെ അവൻ വെറുത്തോട്ടെ, എന്റെ മുഖത്ത് പോലും നോക്കാതെ നടന്നോട്ടെ. പക്ഷേ അവൻ എന്റെ മോനല്ലാതെ ആവുന്നില്ലല്ലോ. ഭഗവാനെ, എന്റെ കുട്ടി തിരിച്ചു വരണം. അവന്റെ സന്തോഷം തിരിച്ചു കൊടുക്കണം. അതിന് ഭഗവാൻ കടാക്ഷിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും കുട്ടികള് കൊളക്കടവില് പോയി വെള്ളം എടുത്ത് വരികയാണേ. ഇപ്പോഴും ഭാമ ഇങ്ങനെ ആ കുടം വെള്ളവുമായിട്ട് നിൽക്കുന്നാണുമ്പോ പപ്പിക്കും, സത്യാമ്മ ഇതുവരെ ധാര ഒഴിച്ചില്ലേ, ഇത് നിർത്താതെ ഓ നമഃ ശിവായ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നെറുകയിൽ ഒഴിക്കണം. സത്യ പറയും, ഭഗവാന്റെ നെറുക് തണുക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ കുറയുന്നാ പറയുന്നത്. അപ്പൊ ഭാമ കരഞ്ഞോണ്ട് പറയും, ഭഗവാനെ, ഈ കുട്ടികളുടെ തിരിച്ചറിവ് പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാമ ധാര ഒഴിക്കണേ. ഓ നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അവിടെ മാറി നിൽക്കുക. അപ്പോ മറ്റേ സ്വാമി അങ്ങോട്ട് വരും. അവിടെ ഒന്ന് നോക്കുന്ന കാണുമ്പോ ഭാമ, സ്വാമി
എന്ന് വിളിക്കുമ്പോ സ്വാമി പറയും, ഈ കുട്ടികൾ ഇവിടുത്തെ വഴിപാടിനെ കുറിച്ച് എന്നോടാ ചോദിച്ചത്. ജലധാരയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാനാ പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ മുത്തശ്ശി കൂടി വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വലിയൊരു കടമ്പ കൂടെ കടക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആ കടമ്പ കടക്കാൻ ഇത് മാത്രം പോരാ. ബാമറിയും, എനിക്കിപ്പോ എന്നെ അലട്ടുന്ന വലിയൊരു പ്രശ്നം മറികടക്കണം. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കഷ്ടത സഹിക്കാനും ഞാൻ തയ്യാറാണ്. സ്വാമി പറയും, എങ്കിൽ ഭിക്ഷാടനം ചെയ്യണം. ഉഗ്രരൂപിയും ഉഗ്രകോപിയുമായ സാക്ഷാൽ പരമശിവനെ ജ്ഞാനിയായ ഒരു മകനുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി. മനുഷ്യന്റെ അഹന്ത മാറ്റിയെടുക്കാനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് നൽകുന്ന വഴിപാടാണ് ഭിക്ഷാടനം. അതെടുത്ത് സുബ്രഹ്മണ്യ ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ ശിവഭഗവാൻ തൃപ്തനാവും. സ്നേഹനിധിയായ മകൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാത്ത അച്ഛനമ്മമാരുണ്ടോ? ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, ഗുണം കിട്ടും. പിന്നെ ഇത് മനസ്സിലാക്കാൻ ദേവഗ്രന്ഥങ്ങളോ ഉപനിഷത്തുകളോ തേടി പോവേണ്ട കാര്യമില്ല. ഒരാള് വന്ന് പറയുന്ന കാര്യങ്ങളും ഒരല്പം കുസൃതിയോടെ നമ്മുടെ മക്കള് വന്ന് പറയുന്ന കാര്യങ്ങളും അല്പം ശ്രദ്ധിച്ചാ മതി. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ മക്കള് പറയുന്നതിനായിരിക്കില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഭിക്ഷാടനം നടത്തണമെന്ന്. ഒരു ദോഷവും വരില്ല. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ, നല്ലതേ വരൂ എന്ന് പറഞ്ഞിട്ട് സ്വാമി അവിടുന്ന് പോവാണ്. അപ്പൊ ഭാമ പറയും, ഭിക്ഷാടനം എങ്കിൽ ഭിക്ഷാടനം, എന്റെ മകന് വേണ്ടി ഞാൻ അതും ചെയ്യും. എന്ത് ചെയ്താലും വേണ്ടിയില്ല, എന്റെ മകൻ ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ കുടവും വെള്ളം അവിടെ വെക്ക. മക്കൾ ഇവിടെ നിന്ന് ജലധാര ചെയ്തോ. സത്യമ്മ മറ്റൊരു വഴിപാട് നടത്തിയിട്ട് വരാം. ശരി സത്യമേ എന്ന് പറഞ്ഞ് കുട്ടികളെ വീണ്ടും ധാര ഒഴിക്കാൻ തുടങ്ങണേ. ഭാമ മറ്റേ വഴിപാടിനായിട്ട് അവിടുന്ന് പോവും. ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് വസുമതിയും വന്ന് പ്രാർത്ഥിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ അവിടെ ഭിക്ഷാടകര് യാചിച്ചിരിക്കുന്നുണ്ട്. അവരുടെ കൂടെ പോയിരിക്കണേ. സാരി കൊണ്ട് തല മറിച്ചിട്ടാ ഇരിക്കുന്നത്. ആൾക്കാർക്ക് മനസ്സിലാവരുതല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു രൂപ നാണയം ഒരാൾ വന്ന് കൊണ്ടുവന്ന് ഇടും. അപ്പൊ ഭാമ അതെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിഷ്ണു അറസ്റ്റ് ചെയ്ത് പോകുമ്പോ ഭാമയോട് ദേഷ്യപ്പെട്ടതും അമ്മയുടെ ശാപത്തിന് ഇത്രയും ശക്തി ഉണ്ടാകുന്ന ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുക. ഇതെനിക്ക് ഈശ്വരൻ അറിഞ്ഞു തന്ന ശിക്ഷയാ. എന്റെ മകന് വേണ്ടി ഞാൻ എടുക്കുന്ന ഭിക്ഷ. ഈ ഒരു രൂപയ്ക്ക് 1 കോടിയുടെ വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണേ. അങ്ങനെ ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോ ഒരു ദമ്പതി വരും. എന്നിട്ട് ഭാമയെ കാണുമ്പോ പറയും, കണ്ടിട്ട് ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അയാൾ പറയും, കുഴപ്പം സ്വഭാവത്തിനായിരിക്കും, പണിയെടുത്ത് തിന്നാൻ കഴിയില്ല. അല്ലെങ്കിൽ വീട്ടില് സുഖഭക്ഷണം കഴിച്ചിങ്ങനെ കഴിയുമ്പോഴേ ചില തള്ളമാർക്ക് ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കയറും. അപ്പോ വീട്ടിലുള്ള മരുമക്കളോടും മക്കളോടും പോരടിച്ചിറങ്ങും. അങ്ങനെ ഇറങ്ങിയതായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ ഭാമ മുഖം മറിക്കുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി ചോദിക്കും, ഭിക്ഷ കൊടുക്കണ്ടെന്നാണോ പറയണത്? ഇവർക്ക് കൊടുക്കൊന്നും വേണ്ട. വല്ല കയ്യും കാലും ഒടിഞ്ഞവർക്കോ പണിയെടുക്കാൻ കഴിയാത്തവർക്കോ കൊടുക്കാം. എങ്കിൽ കുറച്ച് പുണ്യെങ്കിലും കിട്ടും. ഇവർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ അഹങ്കാരം കൂട്ടുന്നത്? നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാവേ ഈ തള്ളമാർക്ക്. നീ വാ എന്ന് പറഞ്ഞ് അവരാർക്കും കൊടുക്കാതെ പോവും. അപ്പൊ ആ കൂടെ ഇരിക്കുന്ന ഭിക്ഷാടകർ പറയും, ഞങ്ങൾക്കെങ്കിലും തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നുണ്ട്. എന്നാ ഭാമ ഉള്ളത് കാരണം അവർക്ക് കൂടി കൊടുക്കുന്നില്ല. അവര് കൊടുത്തില്ലെങ്കിലും വേറെ ആൾക്കാരൊക്കെ വരുമ്പോ ഭാമയ്ക്കും പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സത്യഭാമ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും വസുമതി അങ്ങോട്ട് വരുന്നത്. ഭാമ കാണുന്നത്, വസുമതി എന്നെ കണ്ടാ തീർന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ല. പറഞ്ഞാലൊട്ട് ഇവൾക്ക് മനസ്സിലാവുകയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എഴുന്നേറ്റ് മാറാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭാമ അവിടെ ഇരിക്കുന്നത്. എഴുന്നേറ്റ് പോവാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോഴേക്കും വസുമതി അടുത്തെത്താറായി. അപ്പൊ ഭാമ വേഗം ആ സാരി തലയിലിട്ടല്ലോ, അത് മുഖം കൂടി മറച്ചു പിടിക്കാണ്. അങ്ങനെ വസുമതി അവിടെ വന്ന് നിന്ന് ഭാമയെ തന്നെ നോക്കും. ഇതാരാ? അല്പം തെളിച്ചുള്ളൊരു ഭിക്ഷക്കാരി. ഉടുത്തിരിക്കുന്ന വേഷം കണ്ടാലേ ഭിക്ഷക്കാരിയാണെന്ന് തോന്നിയില്ലല്ലോ. അപ്പോഴും ഭാമയ്ക്ക് മുഖം കാണിക്കാൻ പറ്റുന്നില്ല. ഒരു കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വസുമതി അറിയും, ആഹാ അപ്പൊ വേഷം കെട്ടാണ്. എന്നാ പിന്നെ അറിഞ്ഞിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം. വല്ല കൊള്ളക്കാരിയോ പിടിച്ചുപറക്കാരിയോ ആണ് വന്നിരിക്കുന്നതെന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? മാറ്റിടി മുഖത്തും തുണി മാറ്റിടി, മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് ആ സാരി പിടിച്ചു വലിക്കുമ്പോ ഭാമ ബലം പിടിക്കുന്നുണ്ട്. ബലം പിടിക്കുന്നോ എന്നും പറഞ്ഞിട്ടാ വസുമതി പിടിച്ചു വലിക്കുന്നത്. അങ്ങനെ സാരി മാറ്റുമ്പോ സത്യഭാമ ഇത് കാണുന്ന വസുമതി ഞെട്ടും. അല്ല ഇതാര്? സത്യഭാമയോ? ഇതെന്താ ഇങ്ങനെ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല ഇതെന്തു പറ്റി ഈ പുതിയ രൂപത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ? വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേ? അപ്പൊ ഭാമ അവിടുന്ന് എഴുന്നേൽക്കും. അത് പിന്നെ വസുമതി പൂജയുടെ കാര്യത്തിനായിട്ട് വസുമതി പറയും, എന്ത് പൂജയുടെ കാര്യത്തിനാണെങ്കിലും എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇതാണ് സത്യഭാമേ. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപാനയിലെ വരികൾ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതു ഭവാൻ. മാറാപ്പുണ്ടോ നിന്റെ കയ്യില്? എന്താ എടുക്കാഞ്ഞത്? അതും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ കഥ അങ്ങ് പൂർത്തിയായനെ. നിന്റെ പതനത്തിന്റെ കഥ, നിന്റെ ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും താന്തോണിത്തരത്തിന്റെയും ഫലമായിട്ടുള്ള അധപ്പതനത്തിന്റെ കഥ. അപ്പോഴും അവിടെ ഇരിക്കുന്നവരിങ്ങനെ കൈ നീട്ടുമ്പോ വസുമതി അവരോട് പറയും, ദാ ഈ നിൽക്കുന്നതേ നല്ല ഒന്നാന്തരം കുടുംബത്തിലെ വലിയ സ്വത്തുകാരിയാ. ഇവളുടെ അഹങ്കാരവും ഇവൾ ചെയ്തിട്ടുള്ള ക്രൂരതകളും കൊണ്ട് മാത്രാണ് ഇവൾക്കിപ്പോ ഭിക്ഷക്കാരിയുടെ രൂപത്തിൽ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. എത്ര പേരെ ഇവള് കണ്ണീര് ഉടുപ്പിച്ചിട്ടുണ്ടെന്നോ? എന്റെ മകനെ തന്നെ ഇവൾ എന്തുമാത്രം ദ്രോഹിച്ചിരിക്കുന്നു.
ആ ശാലിനിയെ ദ്രോഹിച്ചതിന് കണക്കുണ്ടോ? ഭാമ അപ്പോഴും തല താഴ്ത്തി ഇങ്ങനെ ഒന്നും പറയാതെ നിക്ക. അങ്ങനെ വസുമതി പറയും, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു സത്യഭാമേ. നിന്റെ മകനിപ്പോ എവിടെയാ? കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ നിന്റെ ചിറകിനടിയിൽ വെച്ച് വളർത്തിയതാണല്ലോ. എന്നിട്ട് എവിടെയാ അവനിപ്പോ കിടക്കുന്നത്? വെറും തറയില്, ലോക്കപ്പിലെ സിമന്റ് തറയിൽ. നിന്റെ വീട്ടിലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങേണ്ടവനെ നീയാണിപ്പോ ആ പരുവത്തിലാക്കി പോലീസുകാർക്ക് നേദിക്കാൻ കൊടുത്തത്. അവരവിടെ ഇട്ട് അവനെ ചതയ്ക്കാന്നാ ഞാൻ കേട്ടത്. അപ്പൊ ഭാമ കരഞ്ഞോണ്ട് പറയും, വസുമതി, ചത്തിരിക്കുന്ന സത്യഭാമയുടെ രൂപം മാത്രം ഇത്. വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിക്കാതെ. വസുമതി പറയും, നിന്നെക്കോ പോലെയുള്ളവരെ ചത്തു ചെന്നാലും കുഴപ്പമാടി. അവിടെയുള്ള ആത്മാക്കൾക്ക് പോലും നീ സൗര്യം കൊടുക്കില്ല. അതുകൊണ്ട് കാലം പോലും നിന്നെ കൊണ്ടുപോയില്ല. കാരണം കൊണ്ടുപോയാലേ കാലിനും തലവേദനയാ. എന്നിങ്ങനെ പറഞ്ഞ ശേഷം സത്യഭാമയുടെ ഭിക്ഷയാചിച്ച ആ പൈസ കാണാണ്. ഇത് കാണുമ്പോ അവിടെ ഉള്ളവരുടെ പാത്രത്തിലേക്ക് നോക്കും. അവർക്കൊക്കെ ഒരുപാട് ചില്ലറ പൈസ കിട്ടിയിട്ടുണ്ട്. എന്നാ ഭാമയ്ക്ക് വെറും 4 രൂപ മാത്രം. ഇത് കാണുന്ന വസുമതി പറയും, നിന്നെ ഇതിനും കൊള്ളില്ലല്ലോ സത്യഭാമേ. നോക്ക്, ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയിട്ട് അതിനു പോലും കഴിവില്ലെന്നാണല്ലോ കാണുന്നത്. മക്കളും മരുമക്കളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു സന്ദർഭം വരുവാണെങ്കിൽ വെള്ളം ഇറങ്ങി മരിക്കാനുള്ള യോഗം ഇല്ലെന്ന് ചുരുക്കം. എന്റെ മകനെ നീ എന്നിൽ നിന്ന് പറിച്ചെടുത്തപ്പോ നീ ഓർത്തില്ലല്ലേ കാലം നിന്റെ മകനെ പറിച്ചെടുക്കാനും ഒരവസരം തരുമെന്ന്. എന്തായാലും മകനെ രക്ഷിക്കാനായിട്ടാണെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാ. 4 അടി തെണ്ടി അലഞ്ഞിട്ടാണെങ്കിലും തിളപ്പിച്ചു കുടിക്കാം എന്ന് പറഞ്ഞ് വസുമതി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ, വസുമതി, ഈ വിവരം നീ മറ്റാരോടെങ്കിലും. വസുമതി പറയും, അപ്പോഴും നിന്റെ നാണം കെട്ട ആട്ടിത്തം നിന്നെ വിട്ടു പോകുന്നില്ലല്ലോ സത്യഭാമേ. പിന്നെ നീ എങ്ങനെ ഗതി പിടിക്കാനാ? ഇനി നാറാനായിട്ട് നിനക്ക് ബാക്കി വല്ലതും ഉണ്ടോ? മുച്ചൂടും നാറിയിട്ടാണല്ലോ നിനക്ക് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്തായാലും ബന്ധവും സ്വന്തം ഒന്നും നോക്കുന്നില്ല. എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കാതിരുന്നിട്ടുമില്ല എന്ന് പറഞ്ഞ് പേഴ്സ് തുറക്കുക, നോട്ട് കെട്ടെടുക്കും. പക്ഷേ ചില്ലറയൊന്നും ഇല്ലല്ലോ സത്യഭാമേ. നീ ചെയ്തിട്ടുള്ള പാപങ്ങളൊന്നും ഈശ്വരൻ ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് തരാൻ എന്റെ കയ്യിലെ ചില്ലറ ഉണ്ടാവുമായിരുന്നു. എന്തായാലും നിന്റെ വിലയുള്ള ഈ പത്രാസും സാരിയൊക്കെ കണ്ടിട്ട് പൈസ തരാൻ എനിക്ക് പറ്റുന്നില്ല. നീ അങ്ങ് ക്ഷമിക്കേ. അടുത്ത തവണ വരുമ്പോ നീ ഇവിടെ ഉണ്ടെങ്കിൽ തരാം. അല്ല, നീ ഇത് സ്ഥിരം തൊഴിലൊന്നും ആക്കുന്നില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി നീ ഒരു ദിവസം നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചത്തു കിടന്നാൽ കുഴിച്ചിടാൻ പോലും ആരും കൂടെ കാണത്തില്ല എന്ന് പറഞ്ഞ് ഭാമയുടെ പത്തിക്കിട്ട് നല്ലൊരു അടി കൊടുത്തിട്ടാ വസുമതി അവിടുന്ന് പോകുന്നത്. ഭാമ അവിടെ നിന്നിങ്ങനെ ചങ്കു പൊട്ടുന്ന രീതിയിൽ സങ്കടത്തോടുകൂടെ അപമാനത്തിലും എല്ലാ ഒരു അവസ്ഥയിലും നിന്നിങ്ങനെ കരയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്